സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും പുതുവത്സരാശംസകൾ. നാം പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ തുടക്കങ്ങളെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചുള്ള അത്ഭുതകരമായ ഉപദേശങ്ങളാൽ ദൈവവചനം നിറഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ പുതിയ തുടക്കങ്ങളെക്കുറിച്ചുള്ള ബൈബിൾ വാക്യങ്ങളുടെ കാര്യത്തിൽ പുതിയ നിയമം ഒരു നിധിശേഖരമാണ്. ശ്രദ്ധിക്കുക, യേശുവിൻ്റെ കുരിശിലെ യാഗം മനുഷ്യരാശിയെ പാപത്തിൽ നിന്ന് രക്ഷിക്കുകയും വ്യക്തിപരമായ മാറ്റത്തിനുള്ള വാതിൽ തുറക്കുകയും ചെയ്തു. എഫേസ്യർ 4-ാം അധ്യായത്തിൽ പറയുന്നത്, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് നമ്മുടെ മുൻ ജീവിത രീതി തള്ളിക്കളയാനും നമ്മളിലെ പഴയ മനുഷ്യനെ മാറ്റി ഒരു പുതിയ മനുഷ്യനായി തീരുവാനും നമ്മെ അനുവദിക്കുന്നു എന്നതാണ്. മനുഷ്യ മനസാക്ഷിയിൽ ചിലപ്പോൾ നുഴഞ്ഞു കയറുന്ന നെഗറ്റീവ് മനോഭാവങ്ങളും വഞ്ചനാപരമായ ആഗ്രഹങ്ങളും ഒക്കെയും ഉണ്ടായേക്കാം. എന്നാൽ യേശുവിനെ സ്വീകരിച്ച് അവനെപ്പോലെ ജീവിക്കാനുള്ള അന്വേഷണത്തിൽ ഏർപ്പെടുന്നത് ഓരോ വ്യക്തിയെയും മികച്ച വ്യക്തിയാക്കി മാറ്റാൻ സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, പുതുവത്സരം ചിന്തയുടെയും പുതുക്കലിൻ്റെയും വിശ്വാസത്തിൽ വേരൂന്നിയ ഉദ്ദേശങ്ങളുടെ സജ്ജീകരണത്തിൻ്റെയും സമയമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു പുതിയ വർഷത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ പുതിയ തുടക്കങ്ങളെക്കുറിച്ചുള്ള ചില ബൈബിൾ വാക്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അത് നമുക്ക് പ്രത്യാശ, പ്രചോദനം, മാർഗനിർദ്ദേശം എന്നിവ നൽകുന്നു. പുതിയ തുടക്കങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും ശക്തമായ ബൈബിൾ വാക്യങ്ങളിൽ ഒന്ന് യിരെമ്യാ പ്രവചനം 29-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം ആകുന്നു. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ പ്രത്യാശയും വാഗ്ദാനവും നിറഞ്ഞതാണെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ പുതുവത്സര പദ്ധതികൾ തീരുമാനിക്കുമ്പോൾ അവൻ്റെ മാർഗനിർദ്ദേശം നിങ്ങളെ സമൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുമെന്ന് വിശ്വസിക്കുക. സങ്കീർത്തനങ്ങൾ 100-ന്റെ 4-ാമത്തെ വാക്യം. പുതുവർഷം ആരംഭിക്കുമ്പോൾ പുതിയ തുടക്കങ്ങളെക്കുറിച്ചുള്ള ഈ ബൈബിൾ വാക്യം എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയുകയും ക്രിസ്തുവിനെ സ്തുതിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു പുതിയ സീസണിലേക്ക് നാം കടക്കുമ്പോൾ ദൈവഹിതവുമായി നമ്മുടെ ഹൃദയങ്ങളെ പൊരുത്തപ്പെടുത്തുന്നതിനുള്ള ശക്തമായ മാർഗങ്ങളാണ് കൃതജ്ഞതയും ആരാധനയും. നമ്മുടെ ഹൃദയങ്ങളിൽ സന്തോഷത്തോടെയും പുതുക്കിയ വിശ്വാസത്തോടെയും നമ്മുടെ ജീവിതത്തിനായുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചുള്ള ആവേശകരമായ പ്രതീക്ഷയോടെയും നമുക്ക് പുതുവർഷത്തിലേക്ക് നോക്കുവാൻ കഴിയും. എഫേസ്യർ 4-ാം അധ്യായം 22-ൽ ക്രിസ്തുവിൽ നാം പുതുക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞുപോയ വർഷം നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് വീണുപോയാലും ഈ പുതുവർഷം പുതിയ തുടക്കങ്ങൾക്കും പുതിയ തീരുമാനങ്ങൾക്കുമുള്ള സമയമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ജീവിതം വീണ്ടും തിരക്കിലാകുമ്പോൾ മങ്ങിപ്പോകുന്ന നിസ്സാരമായ തീരുമാനങ്ങളിൽ മുഴുകുന്നതിനു പകരം ഓരോ ദിവസവും യേശുവിനെ കൂടുതൽ അടുത്ത് പിന്തുടരാൻ ഒരു ശ്രമം നടത്തുക. പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനും മുന്നോട്ടുള്ള ഏറ്റവും നല്ല പാതയിൽ സഞ്ചരിക്കാനുമുള്ള ഏറ്റവും നല്ല മാർഗമാണിത്. അടുത്തതായി, ഉത്കണ്ഠ നമ്മെ കീഴടക്കാൻ അനുവദിക്കരുത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വചനമാണ് വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിലെ 7-ാം വാക്യം. ദൈവം നമ്മെ പരിപാലിക്കുന്നു, നമ്മെ സ്നേഹിക്കുന്നു. ജീവിതത്തിലെ പോരാട്ടങ്ങളിലൂടെ നാം അവനിൽ ആശ്രയിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ യാഥാർത്ഥ്യം ഓർമ്മിക്കുക. യെശയ്യാവ് 43-ാം അധ്യായത്തിൽ കുഴപ്പങ്ങളിലും ഭൂതകാല വേദനകളിലും കുടുങ്ങി പോകുന്നത് വളരെ എളുപ്പമാണ്. ഒരു പുതിയ മനുഷ്യനായി തീരാൻ വൈകരുത്. ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം തിരുവെഴുത്തുകളിലേക്കും പ്രാർത്ഥനയിലേക്കും തിരിഞ്ഞുകൊണ്ട് ഒരു പുതിയ തുടക്കം കുറിക്കുക. പുതുവർഷത്തിൽ ദൈവം നിങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുക. സദൃശ്യവാക്യങ്ങൾ 23-18 പറയുന്നത്, ഭാവിയെ ഭയപ്പെടരുത്. പുതിയ തുടക്കങ്ങളെക്കുറിച്ചുള്ള ഈ ബൈബിൾ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് പ്രത്യാശയുണ്ടെന്നതാണ്. നമ്മുടെ നിരന്തരമായ വഴികാട്ടിയും സംരക്ഷകനുമായ കർത്താവിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന പ്രത്യാശ. ബൈബിൾ ഇത് എല്ലായിടത്തും വ്യക്തമാക്കുന്നു. നമ്മുടെ ഭാവി ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നതാണ് മുന്നോട്ടുള്ള ഏറ്റവും നല്ല പാതയെന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്ന വ്യക്തമായ ഭാഗങ്ങളിലൊന്നാണ് സദൃശ്യവാക്യങ്ങൾ 23-ാം അധ്യായത്തിലെ 18-ാം വാക്യം. ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുന്നത് അനിശ്ചിതമായ സമയങ്ങളിൽ പോലും നമുക്ക് ഉറച്ചു നിൽക്കാൻ ഇട നൽകുന്നു. പുതുവർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സ്ഥിരമാണെന്നും നമുക്ക് വേണ്ടിയുള്ള അവൻ്റെ പദ്ധതികൾ നല്ലതാണെന്നും
അവനിൽ നമുക്ക് ശോഭനവും സുരക്ഷിതവുമായ ഒരു ഭാവിയുണ്ടെന്നും ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പുതുവത്സരത്തിൽ കഴിഞ്ഞുപോയ വർഷം ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയേകിക്കൊണ്ട് പുതുവർഷം പുതുമയോടെ ആരംഭിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുന്ന ധൈര്യത്തോടെ നമുക്ക് ആരംഭിക്കാം. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ. സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ ആശംസകൾ ആൻഡ് ഗോഡ്സ് ബ്ലെസ്സിങ്സ്. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ.